ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജനും കംപ്ലീറ്റ് ആയിട്ട് നോക്കി. നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റർ ആണ് നമ്മുടെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ ആണ് നമ്മുടെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതായത് COD. ഓക്കെ, ഇതും ഓർഗാനിക് മാറ്ററിന്റെ ഇൻഡിക്കേറ്റർ ആണ്. CODയും നമ്മുടെ ഓർഗാനിക് മാറ്ററിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പം എന്താണ് സംഭവം എന്ന് പറയുവാണെങ്കിൽ എത്ര ഓക്സിജൻ നീഡഡ് ആണ് ടു ഡികമ്പോസ് ഓർഗാനിക് മാറ്റർ, അതിനെയാണ് നമ്മൾ COD എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ഓക്സിജൻ നീഡഡ് ആണ് ടു ഡികമ്പോസ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ അത് രണ്ട് കാറ്റഗറി ഉണ്ട്. എന്തൊക്കെയാണ് കാറ്റഗറി? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ് നമുക്ക് ഡികമ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ റിക്വയർഡ് ടു ഡികമ്പോസ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഈസ് കോൾഡ് ആസ് എന്താണ്? COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് COD നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തു. ഓക്കെ, വാട്ടർ സാമ്പിൾ. വാട്ടർ സാമ്പിളിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ എങ്ങനെ എഴുതാം? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സൾഫ്യൂറിക് ആസിഡ് മിക്സ് ചെയ്തു. ഓക്കെ, സൾഫ്യൂറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഫോർ 2 to 3 hours. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഡികമ്പോസിഷൻ നടക്കും. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മുടെ ഡികമ്പോസിഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് എത്രയാണ്? നമ്മൾ X ആണ് നമ്മൾ ആഡ് ചെയ്തത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് X ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡികമ്പോസിഷൻ കഴിയുമ്പോൾ നമുക്കറിയാം എത്രയായിരിക്കും നമുക്ക് ബാക്കിയുള്ളത്? Kr2 Cr2O7. ഓക്കെ, അപ്പം ഇത് Y ആണ് ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, Y ആണ് ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കാണിക്കാം എന്താണ് Y ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്താണ് ഫിറോയിൻ ആഡ് ചെയ്യും. ഓക്കെ, ഫിറോയിൻ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ബ്ലൂ ഗ്രീൻ സാമ്പിൾ. ഓക്കെ, ബ്ലൂ ഗ്രീൻ സാമ്പിൾ. ഓക്കെ, ബ്ലൂ ഗ്രീൻ സാമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ, ബ്ലൂ ഗ്രീൻ സാമ്പിൾ. ബ്ലൂ ഗ്രീൻ സാമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മൾ അതിനെ ടൈട്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടൈട്രേറ്റ് ചെയ്യും. ഓക്കെ, ടൈട്രേഷൻ. ഓക്കെ, നമ്മൾ ടൈട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ഫെറസ് അമോണിയം സൾഫേറ്റ്. ഓക്കെ, ഫെറസ് അമോണിയം സൾഫേറ്റിന്റെ കൂടെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഫെറസ് അമോണിയം സൾഫേറ്റിന്റെ കൂടെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടും എന്താണ്? നമുക്കറിയാം എന്താണ് ടൈട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വോള്യൂം റെഡ്യൂസ് ആവും അല്ലേ? വോള്യൂം റെഡ്യൂസ് ആവും, അതായത് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എത്ര ഇക്വലന്റ് ആണോ അത്രയും വോള്യൂം ആയിരിക്കും നമ്മൾ റെഡ്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇതിന്റെ കളർ കൺവേർഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എന്താണ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്? റെഡ് ബ്രൗൺ സാമ്പിൾ ആകും. ഓക്കെ, നമ്മുടെ സാമ്പിൾ എന്താകും? റെഡ് ബ്രൗൺ സാമ്പിൾ ആകും. ഓക്കെ, നമ്മുടെ സാമ്പിൾ എപ്പോഴാണോ റെഡ് ബ്രൗൺ സാമ്പിൾ ആവുന്നത് അപ്പോൾ നമ്മൾ ടൈട്രേഷനെ ക്ലോസ് ചെയ്യും. അപ്പോൾ എന്താണ്? V വോള്യൂം നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, V വോള്യൂം ഇൻ ml നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എത്ര നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂട്ടിലൈസ് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, V വോള്യൂം വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എത്ര പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂട്ടിലൈസ് ആയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആഡ് ചെയ്തത്? വാട്ടർ സാമ്പിളിന്റെ കൂടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തു. 2 to 3 hours വരെ ഡികമ്പോസിഷൻ നടന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഒരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഫെറോയിൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ബ്ലൂ ഗ്രീൻ സാമ്പിൾ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം വിത്ത് ഫെറസ് അമോണിയം സൾഫേറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ വോള്യൂം നമുക്കറിയാം. ടൈട്രേഷൻ ചെയ്യുമ്പോൾ വോള്യൂം റെഡ്യൂസ് ആവും. വോള്യൂം നമുക്ക് എത്രയാണ് യൂട്ടിലൈസ് ആവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സാമ്പിൾ എത്രയാണ്? നമുക്ക് സാമ്പിൾ മെയിൻലി നമ്മൾ ഇപ്പോൾ എത്ര വരെ ടൈട്രേഷൻ ചെയ്യണം? റെഡ് ബ്രൗൺ സാമ്പിൾ ആകുന്നവരെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, എക്സിന് നമ്മളാണ് ആഡ് ചെയ്തത്. അപ്പം എക്സിന്റെ വാല്യൂ നമുക്കറിയാം. നമ്മളാണ് ആഡ് ചെയ്തത്, അതുകൊണ്ട് എക്സിന്റെ വാല്യൂ നമുക്കറിയാം. നെക്സ്റ്റ് എന്താണ്? Y നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓക്സിജൻ റിക്വയർഡ് ടു ഡികമ്പോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? COD എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ റിക്വയർഡ് ടു ഡികമ്പോസ് ബോത്ത് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. അപ്പോൾ നമുക്ക് COD നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്താണ്? നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് THOD. ഓക്കെ, THOD അഗെയിൻ ഇതും ഇൻഡിക്കേറ്റർ ആണ് ഓർഗാനിക് മാറ്ററിന്റെ. THOD. ഓക്കെ, THOD. അപ്പം ഇതെന്താണ് സംഭവം? ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ എന്താണ് പറയുന്നത്? ബയോഡിഗ്രഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് ബയോഡിഗ്രഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ റിക്വയർഡ് ആണോ അതിനെയാണ് നമ്മൾ തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് 100 mg/L ആണ് നമുക്ക് കോൺസെൻട്രേഷൻ ഉള്ളത്. ഓക്കെ, എന്തിന്റെ കോൺസെൻട്രേഷൻ ആണ്? നമുക്ക് കമ്പൗണ്ട് അറിയാം, മീഥെയിൻ ആണ് നമ്മുടെ കമ്പൗണ്ട്. ഓക്കെ, ഇതിനെയാണ് നമുക്ക് ഡികമ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഡികമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഡികമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്? +2H2O. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മോൾ നമുക്ക് ഡികമ്പോസ് ചെയ്യണം. എത്ര മോൾ ഓഫ് ഓക്സിജൻ ആണുള്ളത്? 2 മോൾ ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ എത്ര ഗ്രാം ഓഫ് മീഥെയിൻ ആണുള്ളത്? ഇവിടെ നമുക്ക് അറിയാം 16 ഗ്രാം ഓഫ് മീഥെയിൻ ആണ്. എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ ആണ്? 64 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ഓഫ് മീഥെയിനെ ഡികമ്പോസ് ചെയ്യാൻ എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 64/16, അതായത് 4 ഗ്രാം. ഓക്കെ, 1 ഗ്രാമിനെ ഡികമ്പോസ് ചെയ്യാൻ 4 ഗ്രാം ഓക്സിജൻ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ 100 ഗ്രാമിനാണെങ്കിലോ 100 ഗ്രാമിനാണെങ്കിൽ അല്ലെങ്കിൽ 100 mg/L നമുക്ക് എത്ര വേണം? 100 ഗ്രാം ആണെങ്കിൽ 4 × 100 ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 4 × 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 400 mg/L. ഓക്കെ, അപ്പോൾ തിയററ്റിക്കലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോൾ എത്രയാണ്? ഇതാണ് നമ്മൾ തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് എന്തായിരുന്നു നമ്മൾ നോക്കിയത്? COD എന്ന് പറയുമ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? COD എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഡികമ്പോസിഷൻ നമ്മുടെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് അല്ലേ? CODയിൽ എങ്ങനെയാണ് നമുക്കറിയാം ഓൾറെഡി. ഡികമ്പോസിഷൻ നടക്കുവാണെങ്കിൽ ഇൻഫൈനൈറ്റ് സമയം എടുക്കും അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? THOD എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ COD ആയിരിക്കും. ഓക്കെ, THOD ഓൾവേസ് ഗ്രേറ്റർ ദാൻ COD ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? THOD ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു COD ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്കറിയാം നമ്മുടെ COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആകുമ്പോൾ നമ്മൾ ഡികമ്പോസ് ചെയ്യുമ്പോൾ നോൺ ബയോഡിഗ്രഡബിൾ ഡികമ്പോസ് ആവുന്നുണ്ട്, അതേപോലെ ഇൻഓർഗാനിക് മാറ്റർ കൂടെ ഡികമ്പോസ് ആവുന്നുണ്ട്. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ COD ഡികമ്പോസിഷൻ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യത്തില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻസ് പോകണ്ട. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ മതി. THOD എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂമറിക്കലി റിപ്രസെൻറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ഡികമ്പോസിഷൻ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. COD എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫൈനൈറ്റ് സമയം എടുക്കും ഡികമ്പോസിഷൻ നടക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഫുള്ളായിട്ട് ഡികമ്പോസ് ആവത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് പറയാൻ പറ്റും? THOD എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു COD ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ഫോർത്ത് എന്താണ്? TOC. ഓക്കെ, ടോട്ടൽ ഓർഗാനിക് കാർബൺ. ഓക്കെ, ഇതും അഗെയിൻ ഇൻഡിക്കേറ്റർ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ എടുക്കാം. 1 മോൾ ഓഫ് മീഥെയിൻ ഹാസ് 1 മോൾ ഓഫ് കാർബൺ. ഓക്കെ, കാർബണിനെ മാത്രം റിപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. അപ്പോൾ 100 മോൾ ഓഫ് മീഥെയിൻ ആണെങ്കിലോ 100 mg/L ആണെങ്കിൽ എത്രയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? നമുക്ക് കാർബണിന്റെ മാത്രം പാരാമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 12/16. ഓക്കെ, 12/16 ഇൻറ്റു 100 ആണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഇൻറ്റു 100 ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 mg/L എന്ന് കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ TOC എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാർബണിന്റെ മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാർബണിനെ മാത്രം റിപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്ററിന് എന്താണ് പറയുന്നത്? TOC എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നോക്കി COD എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട്ലി നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. COD കൂടുവാണെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടും. അതേപോലെ തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുവാണെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടും. അതേപോലെ TOC കൂടുവാണെങ്കിൽ എന്താണ്? ഓർഗാനിക് മാറ്റർ നമ്മുടെ കൂടുവാണ് ചെയ്യുന്നത്. അഗെയിൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുവാണെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടുവാണോ ചെയ്യുന്നത് അതോ കുറയുവാണോ ചെയ്യുന്നത്? ഒബ്വിയസ്ലി നമുക്കറിയാം ഡിസോൾവ്ഡ് ഓക്സിജൻ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണെങ്കിൽ ഓർഗാനിക് മാറ്റർ കുറവായിരിക്കും. ഓക്കെ, അതേപോലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവാണെങ്കിൽ ഓർഗാനിക് മാറ്റർ സിസ്റ്റത്തിൽ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുവാണെങ്കിൽ BOD. ഓക്കെ, BOD എന്ന് പറയുമ്പോൾ എന്താണ്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്.
ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ഇതും അഗെയിൻ എന്താണ്, ഇൻഡിക്കേറ്റർ ആണ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിന്റെ. ഓക്കെ, ഡയറക്ട്ലി ഓർഗാനിക് മാറ്ററിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് BOD എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്സിജൻ റിക്വയർഡ് ടു ഡികമ്പോസ് ഓൺലി ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ഓക്കെ, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ മാത്രം റിപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് BOD. അത് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ റിപ്രസെന്റ് ചെയ്യത്തില്ല. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ കേസ് നമ്മുടെ സിസ്റ്റത്തിൽ നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, BOD എന്ന് പറയുന്നത് CODയുടെ ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, BOD എന്ന് പറയുന്നത് CODയുടെ ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ ജനറലി കേസസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഇതിൽ നമുക്ക് എന്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ജനറലി നമുക്ക് പറയാൻ പറ്റും എന്താണ്, COD എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ BOD ആയിരിക്കും. ഓക്കെ, COD എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ BOD ആയിരിക്കും. ബിക്കോസ് COD എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്സിജൻ റിക്വയർഡ് ടു ഡികമ്പോസ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. ഓക്കെ, പക്ഷേ BOD എന്ന് പറയുമ്പോൾ ഓൺലി ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും എന്താണ്, COD എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ BOD ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ എന്താണ്, ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ BOD ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ നമുക്കറിയാം എന്താണ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ടൈപ്പിൽ നമുക്ക് ഡികമ്പോസ് ചെയ്യാൻ പറ്റും. എന്താണ്, കെമിക്കലി, ഒന്ന് ബയോളജിക്കലി. ഓക്കെ, കെമിക്കലി ആകുമ്പോൾ എന്താണ്, നമുക്ക് കെമിക്കലി ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി COD നമ്മൾ എന്താണ് നമുക്ക് പ്രശ്നം, നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ആക്കുന്നുണ്ട്, അതേപോലെ ഇൻഓർഗാനിക് മാറ്ററിനെയും ഡികമ്പോസ് ആക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളത് നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യത്തില്ല. അതേപോലെ ബയോളജിക്കലി നോക്കുമ്പോൾ എന്താണ് പ്രശ്നം, ബയോളജിക്കലി നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കിയത്, ഇൻഫൈനൈറ്റ് ടൈം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് സമയം കൺസംഷൻ ആവുന്നുണ്ട്, വളരെ കൂടുതലായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പം അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പാരാമീറ്റർ എടുത്തു. എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് പാരാമീറ്റർ എടുത്തത്, BOD 5. ഓക്കെ, BOD 5D at 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് പാരാമീറ്റർ എടുത്തു. BOD 5 ഡേയ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി at 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇതിനാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ എന്താണ്, BOD 5 at 20 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ടെസ്റ്റ് നമുക്ക് നോക്കാം. ടെസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് നോക്കാം. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയല്യൂഷൻ ഇല്ലാത്തതാണ് പറയുന്നത്. ഓക്കെ, when no dilution is done. ഓക്കെ, ഒരു ഡയല്യൂഷൻ ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതേപോലെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഡയല്യൂഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, ഓക്സിജൻ ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അതേപോലെ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ നമുക്ക് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 20 ഡിഗ്രി സെൽഷ്യസ് അറ്റ് T = 5 days. നമുക്കറിയാം TD 5 ഡേയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 ഡേ കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ എങ്ങനെയായിരിക്കും, സാമ്പിൾ നമുക്കറിയാം ഒബ്വിയസ്ലി ഇപ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ വിത്ത് ഇൻക്രീസിങ് ടൈം ഓക്സിജന്റെ കണ്ടന്റ് കുറയും. ഓക്കെ, ഇവിടെ ഓക്സിജന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ വിത്ത് ഇൻക്രീസിങ് ടൈം ഓക്സിജന്റെ കണ്ടന്റ് കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജൻ കുറഞ്ഞു. അത് എങ്ങനെയാണ് കുറയുന്നത്, മൈക്രോ ഓർഗാനിസംസ് ഓക്സിജനെ കൺസ്യൂം ചെയ്തിട്ട് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കറിയാം ഓക്സിജന്റെ അളവ് കുറയും. ഓക്കെ, ഓക്സിജന്റെ അളവ് നമുക്ക് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് DOI ഇനീഷ്യൽ, ഇവിടെ എന്താണ് DOF. ഓക്കെ, അപ്പോൾ നമുക്ക് BOD at 5 day നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് BOD 5 at 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, DOF അല്ലെങ്കിൽ DO ഫൈനൽ മൈനസ് DO ഇനീഷ്യൽ, ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് BOD 5 day at 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?
നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റിൽ എന്താണ് ഇത് ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞ ഈ കേസ് എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസ് അല്ല. ബിക്കോസ് നമ്മുടെ എന്താണ് വേസ്റ്റ് നമ്മുടെ സീവേജിൽ എന്താണ് ഓക്സിജൻ ഒരിക്കലും റെഡ് മിക്സ് ആയിട്ട് കിടക്കത്തില്ല. ഓക്സിജൻ ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ നോ ഡിലൂഷൻ കേസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യത്തില്ല ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് ആക്ച്വലി എക്സിസ്റ്റൻസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ വെൻ sample is diluted. അപ്പോൾ എന്താണ് ഓർഗാനിക് മാറ്ററും അതേപോലെ മൈക്രോ ഓർഗാനിസംസ് മാത്രമേ നമ്മുടെ സിസ്റ്റത്തിലുള്ളൂ. ഓക്കെ, ഓർഗാനിക് മാറ്ററും മൈക്രോ ഓർഗാനിസംസ് മാത്രം സിസ്റ്റത്തിലുള്ളൂ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ജനറലി നമ്മുടെ ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഏറിയേറ്റഡ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ കലർന്ന വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്, ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് മിനിമം 2 mg ഓക്സിജൻ കൺസംഷൻ നടക്കണം. ഓക്കെ, കൺസംഷൻ ആകണം അല്ലെങ്കിൽ കൺസ്യൂംഡ് ഷുഡ് ബി കൺസ്യൂംഡ്. മിനിമം 2 mg ഓക്സിജൻ കൺസ്യൂം ആകണം. ഇൻ കേസ് കൺസ്യൂം ആവുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റിനെ വാലിഡ് എന്ന് പറയും. ഇൻ കേസ് നമ്മൾ കൺസ്യൂം ആവത്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ടെസ്റ്റിനെ ഇൻവാലിഡ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് ഒബ്സർവേഷൻ എന്താണ്, സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ടെസ്റ്റ് നമ്മുടെ ഫൈനൽ സാമ്പിളിൽ there should be 1 mg of oxygen. Okay, there should be 1 mg of oxygen. Okay, final സാമ്പിളിൽ നമ്മുടെ 1 mg of oxygen നിലനിൽക്കണം. ഓക്കെ, 1 mg of oxygen നമ്മുടെ നിലനിൽക്കണം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് വാലിഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ആദ്യം ടെസ്റ്റ് സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് സാമ്പിൾ പ്ലസ് നമ്മുടെ ഏറിയേറ്റഡ് വാട്ടർ. ഓക്കെ, ടെസ്റ്റ് സാമ്പിൾ പ്ലസ് ഏറിയേറ്റഡ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി നോക്കി, ഡിയോസാച്ചുറേറ്റഡിന്റെ ടേം നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പം ഇത് നമ്മുടെ ഡിയോസാച്ചുറേറ്റഡ് ടേം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ജനറലി നമ്മൾ എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ഡിയോസാച്ചുറേറ്റഡ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്സിൽ എന്താണ് 9.12 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 ഒക്കെ നമ്മുടെ ഓപ്ഷനിൽ കാണും. എല്ലാം ശരി തന്നെയാണ്. ചില ബുക്കിൽ 9.5 എന്നും കാണും. അപ്പോൾ എല്ലാം ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിയോസാച്ചുറേറ്റഡ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകിൽ 9 എടുക്കാം അല്ലെങ്കിൽ 10 നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഡിയോസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ 9 അല്ലെങ്കിൽ 10 നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാം ഫോർ എക്സാമ്പിൾ 9 ആണ്. ഓക്കെ, അപ്പം മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മിക്സ്ചറിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 9 ആയിരിക്കും അല്ലേ. മിക്സ്ചറിന്റെ കമ്പോസിഷൻ നമ്മുടെ ലെസ് ദാൻ 9 ആയിരിക്കും. അറ്റ്ലീസ്റ്റ് മാക്സിമം കേസിൽ നമുക്ക് എന്താണ് എക്സ്ട്രീം കേസ് എടുക്കാം. എക്സ്ട്രീം കേസിൽ 9 ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ BODയുടെ വാല്യൂ, സിസ്റ്റത്തിലുള്ള BODയുടെ വാല്യൂ ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ 8 mg per liter ആണെങ്കിൽ നിങ്ങൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ 9 - 8 മൈനസ് ചെയ്യുമ്പോൾ എന്താണ് 1 mg per liter അല്ലെങ്കിൽ 1 mg ഓഫ് ഓക്സിജൻ അവൈലബിൾ ആണ് സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ടെസ്റ്റ് വാലിഡ് ആണ്. ഓക്കെ, ടെസ്റ്റ് വാലിഡ് ആണ്. ഇൻ കേസ് 1 mg-നെക്കാട്ടിൽ കുറയുവാണെങ്കിൽ, ഇൻ കേസ് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ 9 mg-നെക്കാട്ടിൽ കുറയുവാണെങ്കിൽ നമ്മുടെ 1 mg നിലനിൽക്കത്തില്ല, അല്ലെങ്കിൽ 1 mg-നെക്കാളും കുറവാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്സിജൻ. സോ നമ്മുടെ ടെസ്റ്റ് എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ BODയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കൺസെപ്റ്റുവലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യാം. ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി BODയിൽ. ക്ലിയർ ആണല്ലോ. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം.